ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ സ്റ്റോറി. ഇന്നൊരു സൺഡേ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകാമെന്ന് ഓർത്തു. പക്ഷേ എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു, കാരണം നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ പോയി. അങ്ങനെ നമ്മൾ മഴയത്ത് ചെറിയ പൊടിമഴയൊക്കെ കൊണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ പള്ളിയിലത്തേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്ഥിരം ചായക്കടയിലേക്ക് പോയി. എല്ലാ സൺഡേ വന്നാലും ഇവിടെ നിന്നൊരു ചായ പതിവാണ്. പക്ഷേ ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് ഞങ്ങളൊരു ഹോർലിക്സും ഒരു ബൂസ്റ്റും ഒരു വടയുമാണ് കഴിച്ചത്. ഒന്നല്ല കേട്ടോ, 2 വട. അങ്ങനെ വട കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വടയിൽ ഉപ്പില്ല, പക്ഷെ നല്ല ക്രിസ്പി ആയിരുന്നു. അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങളെൻ്റെ ഈ മുഖത്ത് കാണുന്നത്. പക്ഷേ ഹോർലിക്സ് അടിപൊളിയായിരുന്നു, ബൂസ്റ്റ് സൂപ്പറായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് ആളൊഴിഞ്ഞ റോഡ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ഓർത്തു, ഞാൻ വണ്ടി ഓടിക്കുകയാണ്. എനിക്കങ്ങനെ ഓടിക്കാനൊന്നും അറിയില്ല. ആളില്ലാത്ത റോട്ടിൽ ഞാൻ ഓടിക്കും. അതുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് സ്ഥാനം ഏറ്റെടുത്തു. ഞാൻ പിന്നെ ഓടിച്ചു. തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചട്ടോ, കുഴപ്പമില്ല. അങ്ങനെ മോർണിംഗ് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ്. പൊതുവേ സൺഡേസ് ഞങ്ങൾ പുറത്തുനിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള, കൊച്ചിക്കാർക്കറിയാം എന്നാലും ഞാൻ പറയുക, റൊസാരിയോ ഹോട്ടൽ, അവിടെയാണ് ഞങ്ങളിന്ന് പോയത്. പക്ഷെ നല്ല റഷായിരുന്നു. സീറ്റ് കിട്ടാൻ കുറച്ച് പണിപ്പെട്ട്, എന്നാലും നമുക്ക് സീറ്റ് കിട്ടി. ഞങ്ങൾ ഓർഡർ ചെയ്തത് വെള്ളയപ്പവും അവരുടെ ഫേമസ് ആയിട്ടുള്ള ബീഫ് സ്റ്റൂ ആണ്. അങ്ങനെ രാവിലത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈവനിങ് പുറത്തിറങ്ങി. വേറെ ഒന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. സത്യത്തിൽ ഞാനൊരു ആനിമി ഫാനല്ല. ആനിമി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തല്ലാൻ വരരുത്, കാരണം ഞാനത് കാണാറേ ഇല്ല. പക്ഷേ നേരെ തിരിച്ച പ്രിൻസൻ, അതിൻ്റെ ഡൈ ഹാർട്ട് ഫാനാണ്. എല്ലാ എപ്പിസോഡുകളും ഇങ്ങനെ കാണും. പ്രിൻസൻ തലേ ദിവസമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പടം. അപ്പം എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, പോണവരെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനും പോയത്. അങ്ങനെ ഞങ്ങൾ പോയത് ഫോറം മാളിലാണ്. ആദ്യമൊക്കെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നത്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു, ഇതാരാ അതാരാ എന്നൊക്കെ. പക്ഷേ ഞാൻ ആ തിയേറ്ററിൽ ചെന്നതിന് ശേഷം പറഞ്ഞത്, ഇത്രയും ഫാൻസ് ഉണ്ടോ ഈ ആനിമിക്കെന്ന്. കാരണം ആ തിയേറ്ററേ ഹൗസ്ഫുള്ളായിരുന്നു. പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്കും ഫുൾ കയ്യടിയും ഫുൾ വിസിലടിയും ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടോ. പക്ഷേ എനിക്ക് വില്ലൻ്റെ കാര്യം വന്നപ്പോൾ സങ്കടവും വന്നു, വില്ലൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ. അങ്ങനെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ പ്രിൻസിന് ഒത്തിരി ഹാപ്പിയായി. അപ്പോൾ ഞാനും ഹാപ്പിയായി കൂട്ടത്തിൽ. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട് പിടിച്ചു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു കമൻറ്റ്.